ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു റവ ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയതാണ്. അതുപോലെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇതുപോലെയുള്ള റെസിപ്പികളൊക്കെ ലഭിക്കാനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. റവ വറുത്തതാണെങ്കിലും അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വറുത്തതാണെങ്കിൽ കുറച്ച് ടൈം നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ടൈം റോസ്റ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതൊക്കെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യുക, അല്ലെങ്കിൽ റവ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതൊന്ന് ശ്രദ്ധിക്കാം. നല്ലൊരു മണമൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതും ഒന്ന് വറുത്തെടുക്കാം. ആ തേങ്ങയിലെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി നല്ലൊരു മണം വരുന്ന വരെ നമുക്കിത് രണ്ടും ഒന്ന് വറുത്തെടുക്കാം. ഇതൊന്നും ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ, പെട്ടെന്ന് തന്നെ ആയി കിട്ടുന്ന അതാണ്. ഇനി നമുക്കിതിലോട്ട് ചേർക്കേണ്ടത് പഞ്ചസാരയാണ്. അപ്പോൾ ഒരു 3/4 കപ്പോളം പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. പൊടിച്ചതാകുമ്പോൾ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ എളുപ്പമാണ്, അല്ലെങ്കിൽ ഇത് മെൽറ്റായിട്ടൊക്കെ പോവും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് മിക്സ് ചെയ്തതിന് ശേഷം അതിലോട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി ഞാനിവിടെ നെയ്യിൽ വഴറ്റിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഓരോ സ്പൂൺ വീതം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ പഞ്ചസാര മെൽറ്റ് ആവണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യരുത്. അതിന് മുന്നേ തന്നെ നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്തോളണം. ഇതും കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. എന്നിട്ട് ഞാനൊരു പാനിലോട്ട് 1/4 ഗ്ലാസ് പാല്, അതിലൊരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി പാലും അതുപോലെ തന്നെ റവയും നമുക്ക് കൈ കൊണ്ട് മിക്സ് ചെയ്യാൻ പാകത്തിനുള്ളൊരു ചൂടിന് എടുക്കണം കേട്ടോ. തണുത്ത് പോകരുത്, എന്നാൽ നമുക്ക് കൈ കൊണ്ട് മിക്സ് ആവാൻ പാകത്തിനുള്ള ഒരു ചൂടായിരിക്കണം. ഇനി ഞാൻ ആ ഒരു പാല് കുറേശ്ശെ ഈ ഒരു റവയിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. റവ നന്നായിട്ട് ആ ഒരു പാല് നന്നായിട്ട് മിക്സായി നനയണം കേട്ടോ. റവ നന്നായിട്ട് നനഞ്ഞാലാണ് നമുക്ക് ഉരുട്ടിയെടുക്കാനും പറ്റുള്ളൂ, നല്ല ടേസ്റ്റും കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിട്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അപ്പോൾ നന്നായിട്ട് ആ ഒരു പാല്, എനിക്ക് തോന്നുന്നു 1/4 ഗ്ലാസ് പാല് ഏകദേശം കറക്റ്റായിരിക്കും നമ്മൾ എടുക്കുന്ന റവയ്ക്ക്. അപ്പോൾ ഞാൻ ആ ഒരു പാല് ഫുള്ളായിട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നമ്മളൊന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ റവയൊക്കെ നന്നായിട്ട് നനഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതിന് നമുക്ക് കുറേശ്ശെ എടുത്തിട്ട് ഓരോ ഉരുളയാക്കി ഉരുട്ടിയെടുക്കാം. അപ്പോൾ ആ ഒരു ലഡുവിൻ്റെ പാകത്തിന് നമുക്ക് ഉരുട്ടിയെടുക്കാം കേട്ടോ. നമ്മൾ ഉരുട്ടുന്ന സമയത്ത് ശരിക്കും ഉള്ളിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് വേണം കേട്ടോ ഉരുട്ടാനായിട്ട്. എന്നാലാണ് നമുക്ക് ലഡു നല്ല കട്ടിയിൽ കിട്ടുക. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും ലഡു നല്ല കറക്റ്റായിട്ട് കിട്ടും. ഈ ഒരു സൈസിനാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു സ്നാക്ക് റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലുള്ള റെസിപ്പികൾ ലഭിക്കാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.